കൊണ്ടാണ് ഉദ്ദേശിച്ചത്. ഇത് പുഷ്പത്തിനകത്ത് മഹാഗുരുവിന്റെ 98ാമത് മഹാസമാധിയോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ ശാഖായോഗത്തിൽ എത്തിച്ചേരുന്ന നമ്മുടെ അംഗങ്ങൾക്കും ഇതര സമുദായങ്ങളൊക്കെ കാലാകാലങ്ങളായി നമ്മുടെ ശാഖായോഗത്തിന് ഉച്ചയ്ക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വൈകുന്നേരമായി അതിന് 3000 അംഗങ്ങൾ നമ്മുടെ ശാഖായോഗത്തിൽ എത്തിച്ചേരും. ഈ അംഗങ്ങൾക്ക് കൃത്യമായ ഭക്ഷണ ക്രമീകരണം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ 15 നമ്മുടെ യൂത്ത് ബോർഡ് നേതൃത്വത്തിൽ ടീം സജ്ജമായിട്ടുണ്ട്. അവർക്ക് വേണ്ട ക്രമീകരണങ്ങൾ നിർദ്ദേശങ്ങൾ നൽകിയാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. തീർച്ചയായും കാര്യങ്ങളിലൊക്കെ വളരെ മഹത്തായ സേവനങ്ങളാണ് നമ്മുടെ യൂത്ത് ബോർഡിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. തുടർന്നും ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ യൂത്ത് ബോർഡിൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകും. തീർച്ചയായും എല്ലാവർക്കും മഹാഗുരു കടാക്ഷം ഉണ്ടാകാൻ സാധിച്ചത് നമ്മൾ ഈ 98ാമത് മഹാസമാധി ദിനാചരണം അതിൻ്റെ എല്ലാ വിജയത്തിനായും നമുക്ക് ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം. ശ്രീനാഥം ജയിക്കുന്നത് വീഡിയോ അല്ലേ? അത് ഞങ്ങളുടെ സെക്രട്ടറി ഇത് പൊന്നാടല്ലേ വെള്ളിയാടാ അവസരങ്ങൾ അവസരം തന്നതിന് നന്ദി എടുക്കാൻ ഒരു പ്രശ്നം കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെ ഭംഗിയായിട്ട് സമാധിയോട് അനുബന്ധിച്ച് നടക്കുന്ന അന്നദാനത്തിൽ യൂത്ത് സജീവമായ പ്രവർത്തനമുള്ളതാണ്. ഇത്തവണയും വളരെ ഭംഗിയായിട്ട് നമ്മളത് കൈകാര്യം ചെയ്യണം. അന്നദാനം, അതിനുശേഷം നടക്കുന്ന ലേല പ്രവർത്തനങ്ങൾ എന്നിവയിലൊക്കെ നമ്മുടെ എല്ലാവരുടെയും സജീവ പങ്കാളിത്തം കാരണം സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ സെക്രട്ടറിയുടെ നിർദ്ദേശം അനുസരിച്ചുള്ള കാര്യങ്ങൾ യൂത്തുകളെല്ലാം ആക്റ്റീവായിട്ട് ചെയ്യും. താങ്ക് യു. കടയെന്നാണോ? പുതിയതോ? പുതിയ
ഹലോ, വിനായക അഷ്ടകം എല്ലാവരും കൂടെ ചൊല്ലുക, ഒരുമിച്ച് ചൊല്ലിപ്പോകാം. നമദേവവൃന്ദം ലസത്വേദഗന്ധം ശിരശ്രീമദിന്ദം ശ്രീമുകുന്ദം ബൃഹച്ചാരുചുണ്ടം സുരശ്രീസനന്ദം ജടാകേന്ദ്രകുന്ദം മഹാസമാധി സന്ദേശം നൽകുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന ചിങ്ങവനം പോലീസ് SHO ശ്രീ അനിൽകുമാർ VS സാറിനെ വളരെ ആദരവും സന്ദേശം നൽകുന്നതിന് വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് സ്നേഹം നിറഞ്ഞ ഈ ശാഖാ സെക്രട്ടറി സഞ്ജു, ഇവിടെ മഹാസമാധി പ്രഭാഷണം നടത്തുന്ന മനോജ് മാവുങ്കൽ, പ്രിയപ്പെട്ട ശ്രീനാരായണീയർ, ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. ഇന്ന് 98ാമത് ഗുരുദേവ മഹാസമാധി ദിനാചരണം നടക്കുകയാണ്. ഗുരുദേവന്റെ പ്രസക്തി എന്തെന്ന് നമ്മൾക്കെല്ലാവരും എല്ലാ
ശ്രീനാരായണർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗുരുദേവൻ എന്നുള്ള വ്യക്തി ജീവിച്ചിരുന്നില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ നമ്മൾ ഈ ലോകത്തെ ഒന്ന് കണ്ടു നോക്കുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യൻ എന്ന് പറയുന്ന ജീവിവർഗം ഉരുത്തിരിഞ്ഞിട്ട് ഇന്ന് എത്ര നൂറ്റാണ്ടായി കാണുന്നു? ഏകദേശം ഒരു 50,000 വർഷം ആയി കാണും മനുഷ്യൻ എന്ന് പറയുന്ന ആ ജീവിവർഗം രൂപം കൊണ്ടിട്ട്. 50,000 വർഷങ്ങൾക്കിടയിൽ പല പല കുരങ്ങുകളിൽ നിന്നും മറ്റ് ഹോമോ സാപ്പിയൻസും ഹോമോ ഇടത്തൊക്കെ പിള്ളേർ സ്കൂളിൽ പഠിക്കുന്നതാണ്. അങ്ങനെ പല പല ജീവിവർഗങ്ങളിൽ നിന്നും രൂപം കണ്ട് ഹോമോ സാപ്പിയൻസായി മാറിയ മനുഷ്യൻ ഒരു 10,000 വർഷമേ ആയുള്ളൂ ഇന്ന് കാണുന്ന ഈ ഒരു ജീവി വർഗമായി, ഇന്ന് കാണുന്ന ഈ സംസ്കാര സമ്പന്നനായി പരിണമിച്ചത്. ഈ 10,000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ വെറും കാടുകൾ അലിഞ്ഞിരിക്കുന്ന വെറും ഒരു കാട്ടുവാസിയായിരുന്നു. അവന് സമൂഹമില്ല, അവന് കൂട്ടുകാരില്ല, ഇന്നത്തെ പോലെ സംസ്കാരങ്ങളില്ല. ഈ 10,000 വർഷത്തിൽ അവൻ ആർജിച്ചെടുത്ത സംസ്കാരമാണ് മനുഷ്യന്റെ സംസ്കാരം എന്ന് പറയുന്നത്. ഈ 10,000 വർഷങ്ങളിൽ മനുഷ്യൻ മൃഗത്തിന്റെ വാസനയിൽ നിന്ന് വിട്ടുമാറി അവനവനിലേക്ക്, അവനവൻ ആരാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് കടന്നു. അവിടെയാണ് അവന്റെ പരിണാമം തുടങ്ങുന്നത്. ആ പരിണാമത്തിൽ അവർക്ക് ഒരുപാട് മഹാരഥന്മാരെ നമ്മൾ കണ്ടു. അത് ശ്രീബുദ്ധനായും യേശുക്രിസ്തുവായും നബിയായും ഒക്കെ നമ്മൾ ഈ 10,000 വർഷത്തിൽ ജീവിച്ചിരുന്ന മഹാരഥന്മാരെ നമ്മൾ കാണുന്നു. അവരെന്താണ് ചെയ്തത് എന്ന് ചോദിച്ചാൽ, ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന അസമത്വങ്ങൾക്കെതിരെ പോരാടി, ആ കാലഘട്ടങ്ങളിൽ ഇരുന്ന് പറഞ്ഞ ഒരു കാലഘട്ടത്തിൽ മനുഷ്യനെ നേർവഴിയിലേക്ക് നയിച്ചു. അതേ ഒരു കാലഘട്ടത്തിന്റെ തന്നെ നമുക്കറിയാം, 1800 എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന നമ്മളുടെ ഗുരു അന്നത്തെ സാമൂഹ്യ ജീവിതം എന്താണ് എന്ന് നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടേ ഉണ്ടാവുള്ളൂ. ഐക്യവും അനാചാരവും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ പോരാടുകയും അറിവിന്റെ പ്രാധാന്യം നമ്മൾക്ക് കാട്ടിത്തരികയും എന്ത് ദിശയിലാണ് നമ്മൾ നയിക്കേണ്ടത് എന്ന് നമ്മൾക്ക് കാണിച്ചു തരികയും അറിവിന്റെ വഴിവിളക്കായി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഗുരുവിന്റെ പ്രസക്തി. വേദാന്തങ്ങളും ഉപനിഷത്തുകളും ഒക്കെയുള്ള നമ്മളുടെ ഈ ഭാരതത്തെ അതിന്റെ തെറ്റായ പ്രായോഗിക വൽക്കരണം കൊണ്ട് മനുഷ്യൻ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പിന്തുടർന്ന് നമ്മുടെ വീട്ടിൽ കഴിയുന്ന കാലഘട്ടമായിരുന്നു ഈ 1800 എന്ന് പറയുന്നത്. ഒരു ജനതയുടെ ആകെ ഉള്ളിൽ അന്ധകാരം നിറച്ച് അവരെ അടിമബോധത്തിലേക്ക് നയിച്ച ഒരു കാലഘട്ടമായിരുന്നു 1800 1900 എന്നീ നൂറ്റാണ്ടുകളുടെ തുടക്കം. അന്ന് മനുഷ്യന് അറിവ് നേടുന്നതിന് പോലും നിഷേധിക്കപ്പെട്ടിരുന്ന കാലമായിരുന്നു ആ കാലഘട്ടം. ആത്മീയമായ വെളിച്ചമില്ല, അന്ധവിശ്വാസങ്ങൾ എങ്ങും ചുറ്റും നിറഞ്ഞിരുന്നു. ആ കാലഘട്ടത്തിൽ ഗുരു എന്താണ് ശരിയായ ആത്മീയതയെന്നും എന്താണ് ശരിയായ അറിവെന്നും മനുഷ്യന് കാണിച്ചു തന്നു, ഈ കേരള സമൂഹത്തിന് കാണിച്ചു തന്നു. അന്ന് ഗുരുദേവൻ ഒറ്റയ്ക്കല്ല, ഗുരുദേവന്റെ സമകാലികരായ ഒരുപാട് ആളുകൾ ഇതേ പരിശ്രമം ഏറ്റെടുത്തു. അവരിൽ നിന്നും വളരെ വ്യത്യസ്തനായി നിന്നത് ഗുരുദേവനായിരുന്നു. അവരെ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ നമുക്കറിയാം. അത് കാലത്തിനും അതീതമായി ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കാഴ്ചപ്പാട്. ഇന്നത്തെ കുട്ടികൾ, ഇന്നത്തെ യുഗത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഇന്റർനെറ്റിന്റെ കാലഘട്ടം. ഇവിടെയുള്ള ആളുകൾ നേരെ യുഎസിലേക്ക്, അമേരിക്കയിലേക്കൊക്കെ പോകുന്നു. അവിടെ പോയി
അവിടുത്തെ മനുഷ്യരായി ജീവിക്കുന്നു, അവിടെയുള്ള ആളുകളെ വിവാഹം കഴിക്കുന്നു. ഇന്ന് മനുഷ്യൻ ജാതിക്കും മതത്തിനും അതീതമായി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഇങ്ങനൊരു കാഴ്ചപ്പാട് ലോകത്തിന് മുന്നിൽ തന്നെ ഇത്ര വിശാലമായ കാഴ്ചപ്പാട് വെച്ച മറ്റൊരു വ്യക്തി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ്. ആ ഗുരുദേവന്റെ പതാക വാഹനരാകാൻ സാധിച്ചതിൽ ശ്രീനാരായണരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ ഈ മഹത്തായ സന്ദേശങ്ങൾ ഈ ലോകത്തിന് മുമ്പാകെ എത്തിക്കാനും നല്ലൊരു ലോകം കെട്ടിപ്പടുക്കാനും കഴിയട്ടെ എന്ന് ഈ മഹാസമാധി ദിനത്തിൽ ഞാൻ ആശംസിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിച്ചു. നന്ദി. ഉപഹാര സമർപ്പണ ചടങ്ങാണ്. നമ്മുടെ വസ്തു സമ്പാദനത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വളരെ വിശദമായി തന്നെ അറിയാം. ഇത് നമുക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത ഒരു ഒട്ടനവധി കാര്യങ്ങൾ ഈ വസ്തു സമ്പാദനവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അതുണ്ടായ തടസ്സങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ തരണം ചെയ്താണ് നമുക്ക് ഈ വസ്തു നമ്മളുടെ ശാഖയുടെ ഭാഗമാക്കി മാറ്റാൻ സാധിച്ചത്. അപ്പൊ ആ വസ്തു സമ്പാദനത്തിൽ നമ്മളോടൊപ്പം നമ്മുടെ ശാഖയില് 1150 അംഗവീടുകളും ഒറ്റ മനസ്സോടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ വസ്തു നമ്മൾ വന്നെങ്കിൽ അതിന്റെ പിന്നാമ്പുറത്തുള്ള ഒരുപാട് കഥകൾ പറയാനുണ്ട്. കഥകളൊന്നും വിവരിക്കാൻ നമുക്ക് സാധിക്കില്ലെങ്കിലും അതിൽ ഏറ്റവും പ്രധാന ഈ വസ്തു നമ്മുടേതായി മാറിയതിന്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ശാഖാംഗമായ നമ്മുടെ ചതയദിനത്തിൽ നമ്മൾ നെഞ്ചേച്ചിയെ മറന്നുപോയിട്ടല്ല നമ്മൾ ചെയ്യാൻ. പക്ഷെ നെഞ്ചേച്ചിക്ക് ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു കെട്ടിക്കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മൾ ഈ വസ്തു വാങ്ങുന്ന സമയത്ത് അതിന്റെ വസ്തു എഴുതുന്ന ആ സമയം വന്നപ്പോൾ നമ്മൾ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ ശാഖകൾ കടന്നുപോയത്. ആ സമയത്ത് നമ്മളൊരു ഫോൺ കോളിലൂടെ നമ്മുടെ ശാഖയുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ അയച്ചു തന്ന ഒരു ചേച്ചി നമ്മുടെ ശാഖയിൽ. അത് നമുക്കെല്ലാം സുപരിചിതയാണ്. പുതുശ്ശേരിയിലെ നമ്മുടെ ശ്രീലേഖ ചേച്ചി. നമ്മൾ വിളിച്ചപ്പോൾ നമുക്ക് നമ്മുടെ വസ്തു എഴുതുന്ന ലാസ്റ്റ് സമയം വന്നപ്പോൾ നമുക്ക് പൈസ തികയാതെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം രാത്രി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ശ്രീലേഖ പുതുശ്ശേരിയെ നമ്മൾ വിളിക്കുന്നത്. ആ വിളിച്ച ഉടനെ തന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിക്കൂർ എടുത്തില്ല, അതിന് മുമ്പ് 15 ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിട്ട് അത് എന്ത് തിരിച്ചു വേണമെന്ന് പോലും പറയാതെ ഇരുന്ന ഒരു ചേച്ചിക്കൂടെ കൊടുക്കണം. അതോടൊപ്പം തന്നെ ഈ വസ്തു നമ്മൾ എഴുതുന്നതിന്റെ ഭാഗം നമുക്ക് 40 വർഷക്കാലം മുമ്പാണ് ഈ വസ്തു നമുക്ക് തന്ന ശ്രീ ഖലീഫ എന്ന് പറയുന്ന വ്യക്തി വസ്തു വാങ്ങിയത്. ഇപ്പൊ 40 വർഷക്കാലം മുമ്പുണ്ടായ നിയമങ്ങളല്ല എന്നുള്ളത്. അതോടെ തന്നെ അവിടെ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു, വലിയൊരു കെട്ടിടം. ആ കെട്ടിടത്തിന് നമ്പർ ഉണ്ടെന്നുള്ളതല്ല, അതായത് 10-25 വർഷക്കാലം അതിന് കരം പോലും അടയ്ക്കാതെ അത് 2 ആധാരമായി കിടന്നിരുന്നതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് ആധാരത്തിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലം നമ്മുടെ രജനി ചേച്ചിമോൻ വയനാട്ടിൽ. ശരിക്കും ഒരു ശാഖാ കമ്മിറ്റി അംഗം ചെയ്യുന്ന അല്ലെങ്കിൽ ശാഖാ സെക്രട്ടറി ചെയ്യുന്ന ജോലി എന്താണോ ഒരുപക്ഷെ അതിൽ ഒരു പടി കൂടെ മുന്നിൽ നിന്നുകൊണ്ടാണ് രജനി ചേച്ചി. ശരിക്കും രജനി ചേച്ചിയുടെ കഷ്ടപ്പാട് എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് എനിക്കറിയാം. കാരണം എന്റെ കണ്ണുകളിൽ നിറഞ്ഞു. കാരണം അത്രമാത്രം അതിനുവേണ്ടി രജനി ചേച്ചി കഷ്ടപ്പെട്ടതാണ്. കാരണം ഓരോ പ്രാവശ്യവും ഓരോ പേപ്പർ ശരിയാക്കിക്കൊണ്ടിരുമ്പോൾ അത് മാറിപ്പോകുന്നു. രണ്ടാമത് വീണ്ടും അതിനെ ഒന്നേം തുടങ്ങി വീണ്ടും അത് പല പ്രാവശ്യങ്ങളായി നമ്മൾ മാറി ഓരോ പ്രതിസന്ധികൾ കടന്നുമ്പോൾ നമ്മുടെ കുടുംബയോഗത്തിന്റെ ഭാഗത്ത് നമ്മുടെ അംഗവീടുകളുടെ ഭാഗത്തൊക്കെ നമ്മൾ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന നമ്മൾ ഒരുപാട് കുത്തുനോക്കുന്ന വാക്കുകളൊക്കെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ അനുസരിച്ചോട് ഞാൻ വിളിച്ച് നമ്മൾ ഇതെല്ലാം ചെയ്യണം, എന്ത് ചെയ്യാൻ സാധിക്കും, ഇത് തെറ്റിപ്പോയാൽ ഒരു പക്ഷേ ഞാൻ ഈ നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പല പ്രാവശ്യം പല ഓഫീസുകളൊക്കെ കയറി ഇറങ്ങി അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് രജനി ചേച്ചിമോൻ വയനാട്ടിൽ. നമ്മൾ ചതയദിനത്തിന് ഈ ചേച്ചിക്ക് മുമ്പ് കൊടുക്കാൻ നമ്മൾ ആദരം കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചാണ്. പക്ഷെ അന്ന് ചേച്ചിക്ക് കൊടുക്കാൻ പറ്റാതിരുന്നത് അല്ല മനഃപൂർവ്വമായിരുന്നില്ല. നമ്മൾ ശ്രീലേഖ ചേച്ചിയോട് ചോദിച്ചാൽ ചേച്ചി നാട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ടോ, അങ്ങനെയെങ്കിൽ 2 പേർക്കും ഒന്നിച്ചു കൊടുക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് ശ്രീലേഖ കൃഷ്ണന്റെ 5 ലക്ഷം രൂപ നമ്മുടെ ശാഖായോഗത്തിൽ വസ്തു വാങ്ങാൻ തന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ശാഖായോഗത്തിലെ അംഗങ്ങൾ 150 ദിവസത്തോളം നമ്മുടെ അംഗങ്ങളെല്ലാം നിരന്തരമായി നമ്മുടെ അംഗവീടുകൾ കയറി പിരിവ് നടത്തേണ്ടതുണ്ട്. അത് നമ്മൾ 150 ദിവസം കൊണ്ട് 140 ലക്ഷം രൂപയാണ് നമ്മൾ ചുരുങ്ങിയ കാലം കൊണ്ട് പിരിച്ചെടുത്തെങ്കിൽ ആ പിരിച്ചെടുത്ത അംഗങ്ങൾക്ക് ഒരു സ്നേഹവിരുന്ന് നമ്മൾ നൽകേണ്ടായി. ആ സ്നേഹവിരുന്ന് നമ്മൾ നൽകുന്ന കാര്യവും ഇങ്ങനെ ശ്രീലേഖ ചേച്ചി പറഞ്ഞു സഞ്ജു, ഞാൻ ഈ നാട്ടിലുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ നിങ്ങളുടെ കൂടെ നടന്ന് ഓരോ വീടാണെന്ന് കയറി ഈ പണം ഞാനും കൂടെ സ്വരൂപിക്കേണ്ടതായിരുന്നു. എനിക്കതിന് സാധിച്ചില്ല. അതുകൊണ്ട് ഞാൻ അതിന് പ്രായച്ചിത്തമായി അവർക്ക് വേണ്ട ചെലവ് എന്റെ വകയിൽ ഞാൻ നൽകിക്കോളാം എന്ന് പറഞ്ഞ് 62,000 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തരും. ആ തുക ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ സ്നേഹവിരുന്ന് അതോടൊപ്പം നമ്മുടെ ചെറിയ കുറെ ചെലവുകൾ ഇതിനകത്തുണ്ടാകുന്നതൊക്കെ ആ ഒരു തുക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്തായാലും
നമ്മുടെ ഈ ശാഖായോഗം ഉള്ളിടത്തോളം കാലം, അല്ലെങ്കിൽ നമ്മുടെ ശാഖാംഗങ്ങൾ ഈ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്ന കാലം ജനിച്ചേച്ച് നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഒരു ശാഖാ കമ്മിറ്റി അംഗം അല്ലെങ്കിൽ ശാഖാ കമ്മിറ്റിയുടെ സെക്രട്ടറി എന്താണ് ചെയ്യേണ്ടത്, അതിൽ കൂടുതൽ കർമ്മങ്ങൾ ചേച്ചി ഈ ശാഖായോഗത്തിനോട് ചെയ്യുന്നുണ്ട്. ഒരു നിരന്തര കയ്യടിയോടുകൂടി ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ചേച്ചി ആദരവ് നൽകുന്നതിന് വേണ്ടി ബഹുമാനനായ നമ്മുടെ ചിങ്ങാന SHO ശ്യാംകുമാർ സാറിനെയും ആദരവും ക്ഷണിച്ചുകൊണ്ടു. ഒരു മഹാസമാധി സന്ദേശം നൽകുന്നതിന് വേണ്ടി കുറ്റിക്കാട് ദേവസ്വം പ്രസിഡന്റ് ശ്രീ സന്തോഷ് കുച്ചുവലി അവരുടെ ക്ഷണിച്ചു. ആ അംഗമെന്നുള്ള നിലയിലായിരുന്നു ഞാനിതിനെ കണ്ടുകൊണ്ടിരുന്നത്. കാരണം ഞാൻ ഇന്ത്യയിലല്ലാതെ മറ്റൊരു ലോകത്ത് മറ്റൊരിടത്തും നമുക്ക് കാണുവാൻ കഴിയുകയില്ല. നമുക്കറിയാം, രണ്ട് വ്യക്തികൾ തമ്മിൽ പോലും പരിചയപ്പെടുമ്പോഴും ജാതി ഒരു പ്രധാന വിഷയമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്നും നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യയിൽ ഒരു ഭരണഘടന നിലവിൽ വന്നപ്പോഴും ആ ഭരണഘടനയ്ക്ക് മുമ്പുണ്ടായിരുന്ന സാമൂഹ്യ അധപതനം തന്നെയാണ്, അല്ലെങ്കിൽ ചാതുർവർണ്ണത്തിന്റെ ജാതീയത തന്നെയാണ് ഇന്നും നമ്മളുടെ ഇടയിൽ നിലനിന്ന് പോകുന്നത്, നമ്മുടെ ഈ രാജ്യത്ത് നിലനിന്ന് പോകുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ കേരളത്തിലെ ജാതീയമായ ഒരു വലിയ പോരാട്ടങ്ങൾ നടത്തുന്ന, ഇവിടെ സൂചിപ്പിച്ച പോലെ 19ാം നൂറ്റാണ്ടിൽ നമ്മളൊന്നും ഒരുപക്ഷെ ആ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നവരായിരിക്കില്ല എന്നിരിക്കുന്ന പലരും. നമ്മൾക്ക് ജാതി വരിയെ കുറിച്ചോ ജാതീയമായ അധിക്ഷേപങ്ങളെ കുറിച്ചോ ചാതുർവർണ്ണത്തെ കുറിച്ചോ അതിൽ നിന്നുണ്ടായിട്ടുള്ള മോശമായ അനുഭവങ്ങളെ കുറിച്ചോ ഒന്നും നമ്മൾക്ക് ഒരു പക്ഷേ വായനയിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവർ പകർന്നു തരുന്ന അറിവിലൂടെയോ അല്ലാതെ നേരിട്ട് ബോധ്യമുള്ളവരും പലരും ഭൂരിപക്ഷം ആളുകൾക്കും അത് അറിയില്ലാത്തവരാണ്. നമുക്കറിയാം, നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക്, അതുപോലെ തന്നെ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്ക്, ഒരു പ്രത്യേക തരത്തിൽ നിന്നും താഴേക്കിടയിലുള്ള മനുഷ്യരെല്ലാം ഇവിടെ സ്വാതന്ത്ര്യത്തോടുകൂടിയും സമത്വത്തോടുകൂടിയും സ്നേഹത്തോടുകൂടിയും കഴിയുവാനുള്ള ആ അവസരം ഉണ്ടാക്കി തന്ന ലോക ഗുരുവായ നമ്മുടെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഈ സമാധി ദിനാചരണം നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തില് ഈ മഹാഗുരുവിന്റെ ചെറിയ ചെറിയ സന്ദേശങ്ങളെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് വളരുവാനും പ്രയത്നിക്കുവാനും, അതുപോലെ നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം കൊണ്ട് പ്രബുദ്ധരാകുവാനും ഒക്കെ കഴിയുമാറാകട്ടെ എന്ന് ഗുരുദേവനാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ ഞാൻ എന്റെ ചെറിയ വാദങ്ങൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you.
വീഡിയോ അല്ലേ? ശരി. ഞാൻ കൊടുക്കില്ല. വീഡിയോ ഒഴുകും കണ്ണീര രോദനം വീഴ്ത്തുന്നു മലയാളക്കര മുഴുവൻ സദ്ഗുരു ജാഗ്രതി ഒരു നാളും ഞങ്ങൾക്കൊരു കണ്ണു സ്വാമിന്ദമ ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു കൃപയും ജ്ഞാനവും ഫലിതവും കൊടു
മധുര പാവന മനോജ്ഞവാണികൾ ചൊരിയുമാനാവും തിരളായല്ലോ സഖിയും നിങ്ങനെ പരമസദ്ഗുരു വാണത്തെ അടഞ്ഞ സദ്ഗുരു രകം വസ്ത്രം ദേഹവശനമാശയം ഇതുകളിൽ ഞങ്ങൾ പരമശുദ്ധി വാണത്തെ അടഞ്ഞ സദ്ഗുരു ജയനാരായണ ഗുരുസ്വാമി ദേവ ജയ ഭഗവാനേ ജയ ജഗദ്ഗുരു മതമേതായാലും മനുജൻ നന്നായ മതിയെന്നുള്ളൊരു സ്വതന്ത്രവാക്യത്താൽ മതൻ വലിയ സേനകൾ പടനായകൻ പോൽ വിശ്രമിക്കുന്നല്ലോ പരമസദ്ഗുരു വിമല ത്യാഗമേ त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? 3 കൊല. ഒരു വാളങ്കോട്ട് പോകാൻ 2 വാളങ്കോട്ട് പോകും. 150 രൂപ. 200 രൂപ. നിതീഷ് 110 രൂപ. 250 രൂപ. നിതീഷ് ഇത് 3 കൊലയാന്ന് പറയണം. ചുമ്മാ പറയുന്നതല്ല. 3 കൊലയ്ക്ക് 250 രൂപ എന്ന് പറയണം. ആൾക്കാരൊക്കെ 270 രൂപ. ചന്ദ്രദാസ് 300 രൂപ നിതീഷ്. 300 രൂപ നിതീഷ്. 300 രൂപ. ഇത് 300 രൂപ. നിതീഷ് ഇനി നമുക്ക് ഒരുപാട് സാധനങ്ങൾ വിളിക്കാനുണ്ട്. 300 രൂപ നിതീഷ്. 310 രൂപ സജി കാവനാൽ. നീ നിതീഷിന് വിട്ടുകൊടുക്കത്തില്ല. 350 രൂപ. സജിയെ നിന്നെ കൊണ്ട് നടക്കും പോകാൻ.